എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ രാഹുകേതുക്കളുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടും ഇത് ചെയ്യണമെന്ന് നമ്മുടെ ക്ഷേത്രം നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ രാഹുകേതുക്കളുടെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു ചാർട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇൻട്രോ പറയലോ മറ്റ് ചാനൽ ഫോളോ ചെയ്യണമെന്നുള്ള പറച്ചിലുകളൊന്നും നമുക്കില്ല. കാരണം ഇത് നമ്മുടെ ചാനലല്ല, ഇത് ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് രാഹുകേതുക്കളുടെ രാശിമാറ്റം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജാതകം എന്ന് പറയും. അതായത് ഗ്രഹസ്ഥിതി എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജ്യോതിഷവുമായിട്ട് എന്തെങ്കിലും കുറച്ച് അറിവുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പറയുന്ന കാര്യം മനസ്സിലാവും. ഇതറിയാത്തവർ ഈ ചാർട്ട് നിങ്ങളുടെ കുട്ടികളുടെയോ നിങ്ങളുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ ആരുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ജാതകം എടുത്തു വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കും. ആദ്യമായിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ രാഹുകേതുക്കളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, കേതുവിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടായിരിക്കും. പലരും ജാതകത്തിൽ രാഹു എവിടെയാണ് കേതു എവിടെയാണെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഷാ എഴുതി വള്ളി ഇട്ടിട്ട് ഷീ എന്ന് എഴുതിയേക്കുന്ന അക്ഷരമാണ് കേതു എന്ന് പറയുന്ന ഗ്രഹത്തിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചുരുക്കെഴുത്ത്. ശിഖി എന്നാണ് പറയുന്നത്, കേതു എന്ന് നമ്മൾ പറയും. എല്ലാ വീഡിയോസിലും ജ്യോതിഷന്മാർ രാഹുകേതുക്കൾ എന്ന് പറയുമ്പം ജാതകം എടുത്ത് വെച്ചിട്ട് രാഹുകേതുക്കൾ എവിടാന്നുള്ളത് ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ സർപ്പൻ സാ എന്ന് പറഞ്ഞ അക്ഷരത്തിനെ അടയാളപ്പെടുത്തുള്ളൂ. നമ്മൾ അതിനെ പറയുന്നത് രാഹു എന്നാണ് പറയുന്നത്, രാഹു. പക്ഷെ ചുരുക്കെഴുത്ത് സാ എന്നായിരിക്കും. അപ്പോൾ ആൾക്കാർ ഈ രവി രാ എന്ന് പറഞ്ഞ അക്ഷരം രാഹു അതാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നോക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രാഹുകേതുക്കളുടെ ചുരുക്കെഴുത്ത് മനസ്സിലാക്കുക. രാഹുവിന് സാ എന്നും കേതുവിന് ശി എന്നുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇവിടെയാണ്. അവർ പിന്നാക്കമാണ് വരുന്നത്. കേതു മുന്നോട്ടും പോകും, സർപ്പൻ പുറകോട്ടും വരും. ഇപ്പോൾ മീനൻ രാശിയിലാണ്, ഇങ്ങേയറ്റ മൂലയിലാണ് രാഹു ഉള്ളത്. ഈ വരുന്ന 2025 മെയ് മാസം 18-ാം തീയതി 4:30 വൈകിട്ട് രാഹു നേരെ കുംഭൻ രാശിയിലേക്കും പ്രവേശിക്കും. ഇവിടെ നിൽക്കുന്ന കേതു നേരെ ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിക്കും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് അടുത്തത് പോയിന്റാണ്, ഒരു ജ്യോത്സ്യന്മാരും പറയാത്തൊരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രാഹുകേതുക്കൾ എങ്ങോട്ട് മാറിയാലും നമ്മുടെ ഗുരുവിൻ്റെ ദൃഷ്ടിയിലേക്ക് അവർക്ക് മാറാൻ പറ്റത്തുള്ളൂ. കൂടുതൽ കാലവും ജ്യോതിഷത്തിൽ എപ്പോഴും രാഹുകേതുക്കൾക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലായിരിക്കും അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം. ഇതുവരെ കേതു ഇവിടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കേതു ഇവിടെയാണ്, ശി എന്ന് പറഞ്ഞ അക്ഷരം കന്നിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. വ്യാഴം ഇപ്പോൾ ഇവിടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2025 മെയ് മാസം 14-ാം തീയതി ഇങ്ങോട്ട് മാറും. അപ്പോൾ വ്യാഴത്തിനൊരു പ്രത്യേകതയുണ്ട്. 5-ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടിയും 7-ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടിയും ഉണ്ട് പ്രത്യേകമായിട്ട്. അപ്പോൾ 5-ാം ഭാവത്തിലോട്ട് ഒരു ദൃഷ്ടി വരുമ്പോൾ ഇതുവരെ കേതുവിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു വ്യാഴം. ഇതുവരെ അദ്ദേഹം എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുന്നൊരു പണിയും കൂടെ വ്യാഴം ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് മെയ് മാസം 18-ാം തീയതി 14-ാം തീയതി വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറും. അതുകൊണ്ട് മിഥുനൻ രാശിയിലാണ് ഇപ്പോൾ വ്യാഴത്തെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശനി ആൾറെഡി മീനത്തിലുണ്ട്. രാഹുകേതുക്കൾ മാറിയ രാശിയിലേക്കാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ഈ വരുന്ന മെയ് 18-ാം തീയതി മാറുന്ന രാശിയിലേക്കാണ് കുറിച്ചിരിക്കുന്നത്. നിലവിൽ കേതു ഇവിടെയും രാഹു ഇവിടെയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 9-ാം ഭാവത്തിലേക്കും 5-ാം ഭാവത്തിലേക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രധാന കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ വ്യാഴപ്രീതി ഉള്ളവരാണെങ്കിൽ, ഈശ്വരാധീനമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ദോഷത്തെ ബാധിക്കത്തില്ല. രാഹുകേതുക്കളുടെ ഫലം പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളെ മാറ്റാൻ വ്യാഴപ്രീതി വരുത്തിയാൽ മതി. നമുക്ക് ഈശ്വരാധീനം ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് പ്രാർത്ഥനയും കൂടി ഉണ്ടെന്ന് വരിൽ യാതൊരു കാരണവശാലും രാഹുകേതുക്കളുടെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. രാഹുകേതുക്കൾ തമോഗ്രഹങ്ങളാണെന്നും അവർ ഗ്രഹങ്ങളല്ലെന്നും സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരം കൊണ്ടുള്ള നിഴലാണെന്നും ഒക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കഥകളിലോട്ടൊന്നും പോകുന്നില്ല. മഹാവിഷ്ണുവിൻ്റെ ഒരു കഥകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. സർപ്പത്തെ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടിയതിന് ശേഷം രാഹു വേറെയും കേതു വേറെ ആയിട്ടുണ്ട്. അപ്പം ആ കഥയിലേക്ക് പോയാൽ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ കേതു എന്ന് പറയുന്നത് പാപഗ്രഹമാണെന്നും
രാഹു എന്നുള്ളത് പാപഗ്രഹമാണെന്നുള്ളതും നമുക്ക് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് പാപം? അനിഷ്ടഭാവങ്ങളിൽ നിന്നാലാണ് കൂടുതൽ പാപഗ്രഹങ്ങളോട് കൂടി യോഗം ചേർന്ന് കഴിയുമ്പോൾ ഡബിളായിട്ട് മാറും. പക്ഷെ ശുഭഗ്രഹങ്ങളോട് വരുമ്പോഴത്തേക്കിന് ഒന്നിൻ്റെ കൂട്ട് ഇവർ നിറം മാറും. ഇവരുടെ അടുത്ത് എല്ലാ ദിവസവും നമുക്കറിയാം ചന്ദ്രൻ ഇങ്ങനെ കറങ്ങും. 28 ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു വട്ടം ഒരു രാശിചക്രം പൂർത്തിയാക്കും 28 ദിവസം കൊണ്ട്. അതുകൂടാതെ ഇങ്ങനെ ചൊവ്വയും ശുക്രനും ഒക്കെ ഇങ്ങനെ രാശി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മളിപ്പോൾ രാഹുകേതുക്കളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് രാഹു മാറുന്ന രാശിയിലുള്ളത് ഇവിടെയുള്ളത് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് രാശിക്കാർക്ക് 1-ാം ഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഗ്രഹനില എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഗ്രഹനിലയിൽ ലഗ്നം എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അത് എവിടെയാണെങ്കിലും വരാം. ചന്ദ്രൻ ഇതുപോലെ എവിടെങ്കിലും വരാം. ചന്ദ്രൻ ലഗ്നാൽ നിങ്ങളുടെ ജാതകത്തിൽ രാഹു കേതുക്കൾ ഏതൊക്കെ ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം ഒരു ഭാഗത്തോട്ട് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ജനിച്ച സമയത്ത് ഇത് പറയുന്നത് ചാരവശാലുള്ള ഫലമാണ്. നക്ഷത്രത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ രാഹുകേതുക്കൾ എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ള ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹനിലയിൽ ഒരാളിൻ്റെ ഗ്രഹനില എടുക്കുമ്പോൾ അയാൾക്ക് ലഗ്നം ഇവിടെയാണെന്ന് വിചാരിക്കുക. എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വേണേലും വന്നോട്ടെ. അപ്പോൾ ഈ ഗ്രഹനില പ്രകാരം നിങ്ങൾ നോക്കിക്കോ, 1, 2, 3, 4, 5-ാം ഭാവത്തിലാണ് ഈ ജാതകപ്രകാരം രാഹു നിൽക്കുന്നത്. 11-ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ രാഹുകേതുക്കൾ ഈ ഒരു ജാതകക്കാരന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടാണ് നിങ്ങളുടെ ലഗ്നം വരുന്നതെങ്കിൽ അപ്പോൾ 1, 2, 3, 4-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ രാഹു എന്ന് നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അതിൻ്റെ ഫലം എന്താണെന്ന് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇന്ന് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് രാശി ശനിയുടെ രാശിയിലേക്കാണ് രാഹു വരാൻ പോകുന്നത്. 2025 മെയ് മാസം 18-ാം തീയതി സമനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. രാഹുവിൻ്റെ സമനായിട്ടുള്ള ഗ്രഹത്തിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ രാഹു ഈ രാശിയിൽ വന്നു കഴിഞ്ഞാൽ 1-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള വിഷബാധകൾ ഉണ്ടാകാനും അഗ്നിഭയം ഉണ്ടാകുന്നതിനും ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അപകടങ്ങൾ ഉണ്ടാകുന്നതിനും പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക്. അപ്പോൾ കേതു ഇവിടെയാണല്ലോ വരുന്നത്. ഇവിടെ ഉള്ളത് ആരൊക്കെയാ? മകം, പൂര, ഉത്തരത്തെ കാലുകാരാണ് ഇവിടെ ഉള്ളത്. അത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അത് പറഞ്ഞു തരാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുംഭം കൂറുകാരായിട്ടുള്ളവർക്ക് ഈ രാഹുകേതുക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമില്ല. അവരെവിടെയാണോ ഉള്ളത് അവിടെയാണ്. ശുഭഗ്രഹത്തിൻ്റെ കൂടെയാണെങ്കിൽ ശുഭഗ്രഹത്തിൻ്റെ ഫലം കാണിക്കും, പാപഗ്രഹത്തിൻ്റെ കൂടെയാണെങ്കിൽ പാപഗ്രഹത്തിൻ്റെ ഫലം കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് 2, 7, 8, 12 ഭാവങ്ങൾ കേതുവിന് അനിഷ്ടഭാവങ്ങളും അതുപോലെ തന്നെ ആ 3, 6, 8, 12 ഭാവങ്ങൾ അതിൽ 3 ഒഴിവാക്കിയിട്ട് 6, 8, 12 ഭാവങ്ങൾ രാഹുവിനും ദോഷ സ്ഥാനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് രാഹുവിൻ്റെ സ്ഥിതിയും കേതുവിൻ്റെ ദൃഷ്ടിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വ്യാഴത്തിൻ്റെ രാശിചക്രം വരച്ച് വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ രാഹുകേതുക്കൾ മാറുന്നുണ്ടോ അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയിലേക്ക് അവരുടെ ഒരു ഭാവം വരും. കാരണം നിങ്ങൾ ഇപ്പം രാഹുവിന് ഇവരോട് നോക്കിയാൽ മതി. ഇവിടെ അപ്പം കേതുവിൻ്റെ ദൃഷ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷദുരിതങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന് പ്രതിവിധിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. 5-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. ഏത് കാരണവശാലും നമുക്ക് ദോഷം വരാൻ സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ വിഷ്ണു പ്രീതി നല്ലതുപോലെ വരുത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ തന്നെ നാരായണ ഗായത്രി മന്ത്രം ജപിക്കുക, തുളസിമാല ചാർത്തുക, അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസ നിവേദ്യം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു ഗായത്രി നാരായണ ഗായത്രി ഉണ്ട്. ഓം ശ്രീ നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് പറയുന്ന മന്ത്രമുണ്ട്. എല്ലാവർക്കും അറിയത്തില്ല. ആ ഗായത്രി മന്ത്രം നിസ്സാരമായിട്ടുള്ള മന്ത്രമേ ഉള്ളൂ. ഒരു 11 തവണ ഒരു ദിവസം രാവിലെയും വൈകിട്ടും വീതം ജപിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, കുംഭം കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാലുകാർ കഴിവിൻ്റെ പരമാവധി ഈ കാട് പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ നമുക്ക് യുക്തമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, പഴയ ആഹാരങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപകടം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കുക. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് പറയുന്നത്. അഗ്നി കൊണ്ട് അപകടം ഉണ്ടാകാം. ഇപ്പം അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഉൽപ്പാദിപ്പിക്കുന്ന പെറുകിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പെട്രോളിയം മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, ബിൽഡിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റി മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. അപ്പം അഗ്നിഭയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കോണം എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം നീട്ടി പറയുന്നു എന്ന് ചില ആൾക്കാർ കമൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പറയാതിരുന്നാൽ എന്തിനാ ഇത് കേൾക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫലം പറഞ്ഞു പോകാനാണെങ്കിൽ അത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് രാഹു ആരാ കേതു ആരാന്നുള്ളത് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം സർപ്പി ലഗ്നത്തിലേക്ക് വരുന്നു എന്ന് വിചാരിക്കണം. ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രലഗ്നത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഇതൊക്കെയാണ്. അഗ്നിഭയം ഉണ്ടാകുമെന്നും, രോഗദുരിതം ഉണ്ടാകുമെന്നും, ചർമ്മരോഗങ്ങൾ ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും അഗ്നിഭയം പറയുന്നുണ്ട്. അഗ്നിഭയം ഇതുപോലെ പാചക തൊഴിലാളികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ആരും ദുരിതപ്പെട്ട എല്ലാവർക്കും അഗ്നിഭയം, അപകടം, ദുരിതങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ നിങ്ങൾ വ്യാഴപ്രീതി വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്കതിനകത്ത് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ചിങ്ങക്കൂറെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. അപ്പം നിങ്ങളുടെ ലഗ്നത്തിലേക്ക് കേതു വരികയാണ്. കേതു പ്രവേശിക്കുമ്പോൾ നമുക്ക് പലവിധത്തിലുള്ള ദുരിതങ്ങൾ, കേതു 1-ാം ഭാവത്തിൽ നിന്നല്ല ഭയം ഉണ്ടാകുക, സ്ഥാനമാറ്റം ഉണ്ടാവുക, വിദേശവാസം ഉണ്ടാവുക, ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു രാഹുകേതുക്കളുടെ ഫലം മാത്രമാണ്. നമ്മുടെ ദൈവാധീനം, നമ്മുടെ കർമ്മഫലം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ബാധിച്ചിട്ടേ നമുക്കതിൻ്റെ ഫലസിദ്ധി ഇതുണ്ടാവത്തുള്ളൂ. അപ്പോൾ കേതു വന്നാൽ നിങ്ങൾക്ക് ഹേതു വേണ്ട എന്ന് പറയും. എന്ന് വെച്ചാൽ നല്ലത് വരാനും ഹേതു വേണ്ട, ദുരിതം വരാനും ഒരു ഹേതു വേണ്ട. കേതു ദശാകാലത്തും കേതുവിൻ്റെ അപഹാരകാലത്തും കേതു ലഗ്നത്തിലേക്ക് വന്നവരും കോടീശ്വരന്മാരായവർ വരെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് കണ്ണുള്ള ആളല്ല, വാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈയുണ്ട്, എന്താ എടുത്തു തരുന്നതെന്ന് പറയാനൊക്കത്തില്ല. കഷ്ടകാലം എടുത്തു തരുന്നെങ്കിൽ അതങ്ങ് അനുഭവിച്ചുകൊള്ളുക, നല്ലതാ തരുന്നതെങ്കിൽ അതങ്ങ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കേതു വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഭയം ഉണ്ടാകുമെന്നും, സ്ഥാനം മാറ്റം ഉണ്ടാകുമെന്നും, വിദേശവാസം ഉണ്ടാകുമെന്നും, ടെൻഷൻ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വിദേശവാസം എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര ഗുണം ഉണ്ടാവും. അതുപോലെ തന്നെ സ്ഥാനമാറ്റം, സ്ഥലം മാറ്റമൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ വരുവാണെങ്കിൽ അത് ഗുണമല്ലേ. അപ്പം ദൂരസ്ഥലത്തേക്ക്, നമുക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് സ്ഥലം മാറ്റം വന്നാലോ അത് നമുക്ക് ദുരിതമായിരിക്കും. അപ്പോൾ കേതുവിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേതുവിനെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേതുവിൻ്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗണപതി ഹോമം, കറുകമാല ചാർത്തുക. അതുപോലെ തന്നെ ഗണപതിക്ക് വിഘ്നഹര സ്തോത്രം എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. ഓം സദാബ്രഹ്മഭൂതം വികാരാധിഹീനം വികാരാധിഭൂതം മഹേശാധിപന്ധ്യം അപാരസ്വരൂപം സംസംവേദ്യമേകം നമാമി സദാവുക്രം ദൃഢം ജേകം എന്ന് പറയുന്ന ആ മന്ത്രം നിങ്ങൾക്കറിയാമെങ്കിൽ ജപിക്കുക. അല്ലെങ്കിൽ ഗണേശ ഗായത്രി ഉണ്ട്. ഓം ഏകദന്തായ ഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത്. അല്ലെങ്കിൽ സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. മകം പൂര ഉത്തരത്തിൽ കാലുകാർ ഈ മന്ത്രം ജപിച്ച് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് എന്ത് വഴിപാട്, മോദകം വഴിപാടോ ഉണ്ണിയപ്പ വഴിപാടോ മാല ചാർത്തോ അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലുകാർക്ക് വ്യാഴം നോക്കാനുണ്ട്, പേടിക്കാനില്ല. വ്യാഴത്തെ പ്രീതിപ്പെടുത്തിയാൽ മതി. നിങ്ങൾക്ക് രക്ഷിക്കാൻ തൽക്കാലം ആരുമില്ല. അഷ്ടമത്തിൽ ശനിയുള്ള സമയം കൂടാ. വ്യാഴം 11-ലുണ്ട് എങ്കിലും നമുക്കൊരു അനുകൂല സമയമല്ല. അപ്പോൾ ഈ അനുകൂലമല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ ഗണപതി ഭജനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കുംഭത്തിൻ്റെ ഫലവും നമ്മൾ പറഞ്ഞു, ചിങ്ങത്തിൻ്റെയും പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് മേടക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ട് ചിന്തിക്കണം, അശ്വതി ഭരണി കാർത്തിക കാലുകാരാണ് മേടത്തിലുള്ളത്. ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നത്. നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ കാർത്തിക കാലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാർത്തിക കാലുകാരാണെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ചന്ദ്രൻ. കാർത്തിക മുക്കാലി വരുന്നവർ ഇടവത്തിലായിരിക്കും വരുന്നത്. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് പ്രധാനമായിട്ട് നിങ്ങൾ കുറിച്ച് വെക്കേണ്ടത്, എനിക്ക് അശ്വതിക്കാരനാണെങ്കിൽ, എൻ്റെ അല്ല, ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ
അശ്വതി ഭരണി കാർത്തിക കാലുകാരൻ മാത്രം എഴുതി വെക്കണം, എനിക്ക് രാഹു എവിടെ നിൽക്കുന്നു, കേതു എവിടെ നിൽക്കുന്നു, എണ്ണി നോക്കിക്കൊള്ളുക. 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 1, 2, 3, 4, 5. 5-ാം ഭാവം കൊണ്ട് മനസ്സും സന്താനങ്ങളും ചിന്തിക്കണം. വേറെയുണ്ട്, എങ്കിലും പ്രധാനം അതാണ്. നിങ്ങൾക്ക് കേതു 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മനക്ലേശം ഉണ്ടാക്കുന്ന സംഗതികൾ വന്നു ചേരും എന്നാണ് ജ്യോതിഷം പറയുന്നത്. പലതാകാം. ഒരു ബിസിനസ്സുകാരന് ബിസിനസ്സിൽ നഷ്ടം വരാം. അതുപോലെ തന്നെ ഭാര്യ പിണങ്ങിപ്പോയിട്ടുള്ള ഒരു മനസ്താപമാകാം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമുക്ക് ആരെങ്കിലും അപമാനിതം വരുന്ന ഒരു സംഗതിയും കൂടെ പറയുന്നുണ്ട്. പല വിധത്തിൽ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേട്ടിട്ട് വിഷമമുണ്ടാവുക, മനസ്സിന് ദോഷം വരുന്ന പല സംഗതികളും വന്നു ചേരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുത്രന്മാരെ കൊണ്ടുള്ള വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം. പുത്രന്മാർക്ക് കേതു വരുന്നത് കൊണ്ട് പുത്രന്മാരെ കൊണ്ട് ദുരിതങ്ങൾ ഉണ്ടായിട്ടും ദുഃഖം വരാം. പുത്രന്മാർ വിദേശയാത്ര പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. ദൂര സ്ഥലങ്ങളിലേക്ക് അവർ പോവുക, അവർ 2-3 വർഷം കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ. പോയിട്ടൊക്കെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ പോയിട്ട് വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ കൂടെ നിന്ന് ഇത്രയും കാലം 10-20 വയസ്സ് വരെ നമ്മുടെ കൂടെ നിന്നിട്ടാവും പെട്ടെന്ന് വിദേശത്തോ ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ അവർ യാത്ര പോകുമ്പം അമ്മമാരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും ഒരു ദുഃഖം അലയടിക്കും. അപ്പം സന്താനഭാവങ്ങളെ കൊണ്ട് ദുഃഖം പറയുന്നുണ്ട്. ആർക്ക്? അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു അനുകൂല ഭാവം വരുന്നത് 11-ാം ഭാവത്തിൽ. 11-ാം ഭാവം ഇഷ്ടസ്ഥാനമാണ് രാഹുവിൻ്റെ. അപ്പോൾ ഇഷ്ടസ്ഥാനത്തിലേക്ക് സ്ഥിതിയിലേക്ക് ലാഭസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ വരവ് നമുക്ക് ധനപുരോഗതി ഉണ്ടാകുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും അതുപോലെ പല വിധത്തിലുള്ള സ്ഥാനനേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. സർവ്വ ഐശ്വര്യം പറയുന്നുണ്ട്. അപ്പം സർവ്വ ഐശ്വര്യത്തിലെല്ലാം വരാം. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾക്കെല്ലാം ഒരു നീതീകരണം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പം മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും പുത്രനെ കൊണ്ടുള്ള കാര്യങ്ങളെ കൊണ്ടും മനസ്താപങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതിനും പ്രതിവിധിയായിട്ട് നിങ്ങൾ 11-ൽ നിൽക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, 100 പാലും വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. 5-ാം ഭാവത്തിലെ കേതുവിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം വഴിപാട് നടത്തിയിട്ട് പാവങ്ങൾക്കൊക്കെ വിതരണമൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് നല്ലതായിരിക്കും. മുക്കുറ്റിമാല, കറുകമാല ചാർത്തുക, നാളികേരം ഉടയ്ക്കുക. ഒരു 5 നാളികേരമൊക്കെ മേടിച്ചും കൊണ്ട് ഗണേശഗായത്രി ചൊല്ലിക്കൊണ്ട് ഓരോന്ന് വിധം തലയ്ക്കൊഴിഞ്ഞടിച്ചു നോക്കിക്കോ, സർവ്വ ദുരിതങ്ങളും പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞു മാറും. അപ്പം 3 കൂറുകാരുടെ ഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആയിട്ട് നമ്മൾ പറയുന്നത് ഇടവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ഇടവക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അറിഞ്ഞുകൂടാത്തവർ വിചാരിക്കണം നിങ്ങളുടെ ഗ്രഹനില എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. കാർത്തിക മുക്കാലുകാർക്കേ സംശയം വരത്തുള്ളൂ, മകയിരത്തരയ്ക്കും സംശയം വരാം. അപ്പം ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ, ചന്ദ്രൻ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കുവന്ന് 3-ാമത്തെ കോളത്തിൽ ചന്ദ്രൻ ഇവിടെ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് രാഹുകേതുക്കൾ എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വേറെ ആരും നോട്ട് ചെയ്ത് വെക്കേണ്ട, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തരയ്ക്ക് എനിക്ക് 4-ാം ഭാവത്തിൽ, 4-ാം ഭാവം കൊണ്ട് ഗൃഹം, വാഹനം, ശയനം, അതുപോലെ തന്നെ കട്ടില്, ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ കർമ്മഭാവത്തിലേക്ക് രാഹു മാറുന്നുണ്ട്. അപ്പോൾ 2 പണി കിട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയുന്നത്. 4-ാം ഭാവം കൊണ്ട് ഗൃഹം കൊണ്ടും വാഹനം കൊണ്ടും ശയനം കൊണ്ടും ഉറക്കം കൊണ്ടും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങളെ അവിടെ പറയുന്നുണ്ട്. ഗൃഹത്തിൽ കലഹങ്ങളുണ്ടാകാം. കേതുവിൻ്റെ സ്ഥിതി വരുന്നത് കൊണ്ട് കാർത്തിക, മുക്കാൽ, രോഹിണി, മകരത്തരക്കാർക്ക് കലഹങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, രോഗപീഠകളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. കർമ്മമേഖലകളിൽ പലവിധത്തിലുള്ള വിഷമതകളും ദീർഘദൂര സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം മാറി പോകേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ തൊഴിലിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ പറയുന്നുണ്ട്. അപ്പം 4-ാം ഭാവത്തിൽ കേതു നിന്ന് കഴിഞ്ഞാൽ മാതാവിന് ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും ആപത്തുകൾ ഉണ്ടാകുമെന്നും ഭാര്യമാർക്കും പുത്രാദികൾക്കും ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും അന്യദേശവാസം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഹു 10-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുകൂല ഫലം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇഷ്ടസ്ഥിതിയാണ് രാഹുവിൻ്റെ കുംഭൻ രാശിയിലേക്ക്. അളിയൻ സമനായിട്ടുള്ള ക്ഷേത്രത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു സ്വഭാവം കൂടെ ആര് കാണിക്കും? രാഹു കാണിക്കും. കാരണം ആരാണോ നോക്കുന്നത് ആ നോക്കുന്ന ആളിൻ്റെ സ്വഭാവം കൂടി ആര് കാണിക്കും? രാഹു കാണിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10-ാം ഭാവത്തിലേക്ക്, ഇടവക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സത്പ്രവൃത്തികൾ ഉണ്ടാകുമെന്നും തീർത്ഥാടനം ചെയ്യാനുള്ള യോഗം ഉണ്ടാകുമെന്നും, പക്ഷേ കർമ്മവൈകല്യം കുറച്ച് പറയുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിനകത്ത് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം 4-ാം ഭാവത്തിലേക്കുള്ള കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക്
ഈ ഇടവക്കൂറുകാർ ഗണപതി ഹോമം നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. വലിയ ചിലവായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വിറക് കത്തിക്കുന്ന ഒരു അടുപ്പ് മേടിക്കുകയോ അല്ലെങ്കിൽ ചട്ടി മേടിച്ച് വെക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഗണപതി ഹോമമൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതായത് കാലേ മൂലേ ലോലേ എന്നാണ് ഗണപതി ഹോമത്തിന് പറയുന്നത്. എല്ലാ മന്ത്രങ്ങളും തന്ത്രങ്ങളും ക്രിയകളും അറിയാതെ തന്നെ നമുക്കൊരു ഗണപതി ഹോമം ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു ഭാഗം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ സമയം എടുക്കും. അത് നമുക്ക് വേറെ ഒരു ഭാവത്തിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഗണപതി ഹോമം ചെയ്യിക്കുക, അല്ലെങ്കിൽ 4-ാം ഭാവം മാതൃകുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതി ഹോമം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യിക്കുക. ഗണപതി ഹോമമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഗണപതി ഹോമം കണ്ടു തൊഴുത് കരിപ്രസാദം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടവക്കൂറുകാർക്കുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കർമ്മപരമായിട്ടുള്ള പുരോഗതി തടസ്സം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മഭാവത്തിന് തടസ്സം വരുന്നത് കൊണ്ട്, ശനിയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് നീലാഞ്ജന വിളക്കും കത്തിക്കുക. നാഗദൈവങ്ങൾക്ക് മഞ്ഞപ്പൊടി മഞ്ഞ ഉടയാട ചാർത്തിക്കൊണ്ട് മഞ്ഞപ്പൂവിൻ്റെ മാല ചാർത്തിക്കൊണ്ട് മന്ത്രാർച്ചനകൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അല്ലെങ്കിൽ അഭിഷേകം പോലുള്ള പൂജകളൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇടവക്കൂറുകാരുടെയും ഫലം പറഞ്ഞു, പ്രതിവിധിയും പറഞ്ഞു. അടുത്തതായിട്ട് വരുന്നത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാർക്ക് കേതു 3-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. ആര്? രാഹു. അപ്പം 3-ാം ഭാവത്തിൽ കേതു വരുന്നത് 9-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല രാഹു. പക്ഷേ 3-ാം ഭാവത്തിൽ കേതു വരുന്നത് കുറച്ച് അനുകൂല്യമാണ്. കാരണം ഐശ്വര്യം ഉണ്ടാകുമെന്നും സുഖം ഉണ്ടാകുമെന്നും സർവകാര്യ വിജയം ഉണ്ടാകുമെന്നും സഹോദര കർമ്മങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ സഹോദര കലഹം ഉണ്ടാകുമെന്നും മനക്ലേശം ഉണ്ടാകുമെന്നും 2 ദുരിതങ്ങൾ പറയുന്നുണ്ട്. സഹോദര കലഹം ഉണ്ടാകാനും മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് മിഥുനക്കൂറുകാർക്ക്. 9-ാം ഭാവത്തിലേക്കുള്ള രാഹുവിൻ്റെ സ്ഥിതി വരുന്നത് നമുക്ക് പിതൃ ദുരിതം ഉണ്ടാകുമെന്നും വിദേശവാസം, അർത്ഥനാശം, ധാർമ്മിക കാര്യങ്ങളിൽ പ്രയാസം. അപ്പോൾ പൊതുവെ മിഥുനക്കൂറുകാർക്ക് ഈ 2 ഭാവങ്ങളെ കൊണ്ട് ദുരിതം ഉണ്ടെങ്കിലും അവർക്കൊരു പ്ലസ് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. വ്യാഴം കൂടെയുണ്ട്. അപ്പോൾ വ്യാഴം കൂടെ ഉള്ളതിനാൽ നിങ്ങൾ ഉറപ്പായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പരശുരാമ ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ സൂക്ത മന്ത്ര അർച്ചന ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്ക് ഭാഗ്യത്തിനൊരു തടസ്സം, ഭാഗ്യദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 3-ാം ഭാവത്തിലേക്ക് വരുന്ന ഇതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ മാതൃകുടുംബത്തിലോ പിതൃകുടുംബത്തിലോ നമുക്ക് ക്ഷേത്ര ദർശനം 1.5 വർഷത്തേക്ക് എല്ലാ മാസവും ചെയ്ത് യഥാശക്തിയായിട്ട് എണ്ണാതിരി, കർപ്പൂരം, മാല, പായസം വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. പിതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതായിരിക്കും. കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് പ്രധാനമായിട്ട് അധമനാഗങ്ങൾ ദോഷങ്ങളെന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ അഷ്ടനാഗ പൂജയൊക്കെ പറയാറുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് പറയാനുള്ളത്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ആനുകൂല്യം ഉണ്ട്, കണ്ടകശിനി ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ രാഹുകേതുക്കളുടെ പറച്ചിലാണല്ലോ പറയുന്നത്. അപ്പോൾ മിഥുനക്കൂറുകാർ മനസ്സിലാക്കണം, എൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്, മറ്റേത് സഹോദര സ്ഥാനത്തേക്കാണ് മാറുന്നത്. ഈ 2 ഭാവങ്ങളിൽ ഉണ്ടാകുന്ന ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാവുന്നവർ ഒരുപാട് പണം മുടക്കിയൊക്കെ ആ കാര്യങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ അതൊക്കെ ഒരു തടസ്സമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരുമായിട്ടൊന്നും ഒക്കെ വാക്ക് തർക്കങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഐശ്വര്യം വന്നു ചേരുമെന്നും സുഖം വന്നു ചേരുമെന്നും വിജയം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് മിഥുനക്കൂറുകാർക്ക്. അടുത്ത നമ്മൾ പറയുന്നത് കർക്കിടകക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. നിങ്ങളെവിടെ വിചാരിക്കേണ്ടത്, നിങ്ങൾക്ക് 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് ഉള്ളത്. അടുത്ത എവിടെ ഉള്ളത്? 6-ാം ഭാവത്തിലും ഉള്ളത്. കർക്കിടകക്കൂറിൽ വരുന്ന ആരൊക്കെയാണ്? പുണർത്തത്തിൽ മുക്കാലും പൂയോ ആയില്യം നക്ഷത്രക്കാർക്ക് അഷ്ടമഭാവത്തിലേക്ക് വരുന്നു, 2-ാം ഭാവത്തിലേക്ക് വരുന്നു. 2 ഭാവം കൊണ്ടും നമുക്ക് കുറച്ച് ദുരിതങ്ങളുണ്ട്. കേതു 2-ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ധനനാശം ഉണ്ടാകുമെന്നും വാക്കുകളുടെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദുരിതങ്ങളുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് മേലധികാരികളിൽ നിന്നൊക്കെയുള്ള സകാരങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത പറയുന്നുണ്ട്. മനോദുരിതം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമുക്ക് പലവിധത്തിലുള്ള രോഗങ്ങൾ വന്നിട്ട് അത് മൂർച്ഛിക്കാനും രോഗങ്ങളുള്ളവർക്ക് ഇച്ചിരി കൂടുതലായിട്ട് വരാനൊക്കെയുള്ള സാധ്യതയും ധനനഷ്ടഭാവമാണല്ലോ വരുന്നത്. അപ്പം രോഗാരിഷ്ടത വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒന്നുകിൽ കയ്യിലുള്ള കാശ് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ നമുക്ക് കടം മേടിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണല്ലോ പറയുന്നത്. അഷ്ടമത്തിലുള്ള രാഹുവിൻ്റെ സ്ഥിതി അഷ്ടമത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അർത്ഥനാശം, പുത്രശോകം, അതുപോലെ തന്നെ സർക്കാർ ജോലിയിലൊക്കെ ചെയ്യുന്നവർക്ക് പലവിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുഃഖങ്ങൾ പറയുന്നുണ്ട്. വയറിനൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കൊണ്ടുള്ള അസുഖങ്ങൾ, അൾസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനും ഗ്യാസ് അതുള്ള ദുരിതങ്ങളൊക്കെ വരാനും പറയുന്നുണ്ട്. കൂടാതെ അഷ്ടമശനി മാറിയിട്ടുള്ളൊരു സമയം കൂടെ ഉണ്ട്. വ്യാഴം 12-ലും കൂടെയാണ്. അപ്പോൾ പൊതുവേ കർക്കിടകക്കൂറുകാർക്ക് നല്ലൊരു ഫലം പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊരു
ഇതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, രാഹുകേതുക്കളെ കൊണ്ടാണ് ഈ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ദൈവാധീനം, മറ്റ് കർമ്മങ്ങൾ, നിങ്ങളുടെ ദശാപഹാര കാലം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വേണം നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കാൻ. പെട്ടെന്നൊരു കാര്യം കൂടെ പറയാം. പുണർത്തത്തിൽ മുക്കാലുകാരൻ ഒരാളെന്ന് വിചാരിക്കുക. പുണർത്തത്തിൽ നക്ഷത്രക്കാരന് അയാൾ ജനിക്കുന്നത് വ്യാഴദശയിലായിരിക്കും ആ ആൾ ജനിക്കുന്നത്, പുണർത്ത നക്ഷത്രക്കാരൻ. അപ്പോൾ അയാൾക്ക് വ്യാഴം ഒരു 8 വയസ്സ് വരെ വ്യാഴം ഒന്നുണ്ടെന്ന് വിചാരിച്ചു. വ്യാഴം, ശനി 27, ബുധൻ 44. ഇപ്പോൾ ഒരു 30 വയസ്സ്, 35 വയസ്സ്, 27 വയസ്സ് പിന്നിട്ട് 30 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അയാൾക്ക് ബുധൻ്റെ ദശാകാലമായിരിക്കും. അയാളുടെ ജാതകത്തിൽ ബുധൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടുവെത്തി വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ശുഭഗ്രഹങ്ങൾക്ക് 1, 5, 7, 9, 12, 1, 5, 7, 4, 10, 9 ഭാവങ്ങൾ ശുഭഗ്രഹങ്ങൾക്ക് വളരെയധികം ഇഷ്ടസ്ഥാനമായിരിക്കും. അപ്പം നിങ്ങളുടെ ബുധൻ നല്ല ബലവാനായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഗുണകരമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ലഗ്നം വെച്ചുകൊണ്ട് ഇത് 1-ാം ഭാവം എന്ന് കൂട്ടണം. ലാ എഴുതിയ ഭാവത്തെ നിങ്ങൾ 1 കണക്ക് കൂട്ടിയാൽ ഈ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏതേത് ഭാവങ്ങളിലാണെന്ന് നിങ്ങൾക്ക് തന്നെ കുറിച്ച് വെക്കാൻ പറ്റും. ഇതിൽ 3-ാം ഭാവം, 6-ാം ഭാവം, 8-ാം ഭാവം, 12-ാം ഭാവം എന്ന് പറയുന്ന ഭാവങ്ങൾ ശുഭഗ്രഹങ്ങൾ വരുന്നത് വളരെയധികം ദോഷമാണെന്നും, അതുപോലെ തന്നെ 3, 6, 8, 12 ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ പോയാൽ നമുക്ക് ദോഷമാണെന്നും ഒക്കെ മനസ്സിലാക്കണം. അപ്പം ശുഭഗ്രഹങ്ങൾക്ക് 1, 4, 7, 5, 9 ഭാവങ്ങളിൽ വന്നാൽ നല്ലതുമാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബുധൻ അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്ന സമയം, ബുധദശാകാലമാണല്ലോ നടക്കുന്നത്, പുണർത്തത്തിക്കാരൻ ഉദാഹരണം പറഞ്ഞാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ദുരിതങ്ങളുടെ കാര്യം ഏക്കത്തത് പോലുമില്ല. ബുധൻ ദശാകാലമാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ലക്ഷ്മി വിനായക ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ലക്ഷ്മി വിനായക ഗണപതി ഹോമം ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ ലക്ഷ്മി വിനായക മന്ത്രമുണ്ട്, ഓം ശ്രീം ഗം സൗമ്യായ ഗണപതേ വരവരത സർവജനമേവ ശുമാനിയ എന്ന് പറയുന്നൊരു മന്ത്രമുണ്ട്. അപ്പോൾ ആ മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചിങ്ങക്കൂറുകാരുടെ ഫലം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് പറയേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് കന്നിക്കാർ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, ഇച്ചിരി പ്രയാസം ഉള്ളവരാണ് കന്നിക്കൂറുകാർ. നിങ്ങൾക്ക് കണ്ടകശിനിയും കൂടെ ഉണ്ട്. ഉത്തരത്തെ മുക്കാൽ, അത്തവും ചിത്തിരയാരെയും കന്നിക്കൂറുകാർക്ക് വ്യാഴം 10-ാം ഭാവത്തിലുണ്ട് എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട് നമുക്കിവിടെ ആയിട്ട്. പ്ലസ് കേതു 12-ൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടഭാവത്തിലേക്കാണ് വരുന്നത്. ഇത് 6-ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. രാഹു 6-ാം ഭാവത്തിലോട്ട് മാറുന്നതും കേതു 12-ാം ഭാവത്തിലോട്ട് മാറുന്നതും അത്ര ഉത്തമമല്ല. 12-ാം ഭാവം കൊണ്ട് നഷ്ടം, 6-ാം ഭാവം കൊണ്ട് രോഗത്തെ ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഗം ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു ഭാവമാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. കേതു 12-ൽ വന്നാൽ ദുരിതം, അലച്ചിൽ, വിദേശയാത്ര, നേത്രരോഗങ്ങൾ, അമിത ചെലവ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം ഉണ്ടാകുന്നൊരു സമയം കൂടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തീർത്ഥാടനമൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ രാഹു നേരെ 6-ാം ഭാവത്തിൽ പോവുകയാണ്. 1, 2, 3, 4, 5, 6-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ശത്രുനാശം പറയുന്നുണ്ട്. ശത്രുക്കൾക്കൊക്കെ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെ കൊണ്ടൊക്കെ ദുരിതം ഉണ്ടെങ്കിൽ അവർക്ക് അത് മാറിക്കിട്ടുമെന്നും, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ പോകുമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം ആ സമയത്ത് ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുള്ളതായിട്ടും, അതുപോലെ ക്ഷയം സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അസുഖങ്ങൾ, ചർമ്മരോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും കന്നിക്കൂറുകാർക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല, വ്യാഴം കേന്ദ്രഭാവത്തിൽ 10-ാം ഭാവത്തിലുണ്ട് എന്നുള്ളതൊരു ഗുണമുണ്ട്. അപ്പോൾ ഗുണഫലങ്ങളും ഉണ്ട്, ദോഷവും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കന്നിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ചിന്തിക്കണം, 11-ാം ഭാവത്തിൽ കേതു, നേരെ 5-ാം ഭാവത്തിൽ രാഹു, 1, 2, 3, 4, 5-ാം ഭാവത്തിൽ രാഹു. 5-ാം ഭാവത്തിൽ രാഹു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിഭ്രമം ഉണ്ടാകുമെന്നും, അതായത് നമുക്ക് ചിന്തിക്കാതെ പ്രവർത്തിക്കുക എന്നതാണ് ബുദ്ധിഭ്രമത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പുത്രന്മാരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസികളായിട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി ദുരിതങ്ങൾ, ഭാവങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷകളൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ കൂറുകാരാണ്. ചിത്തിരയാരെയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് കുറച്ച് ദുരിതങ്ങളാണ് പറയുന്നത്. വിദ്യാപരമായിട്ടുള്ള പരാജയം ഉണ്ടാകുന്നു. വലിയ പുത്രന്മാരൊക്കെ ഉള്ളവർക്ക് ശോകം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. കേതു 11-ാം ഭാവത്തിലേക്ക് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗുണമാണ്. എപ്പോഴും രാഹുകേതുക്കൾ 11-ാം ഭാവത്തിൽ വരുമ്പോൾ ഒരാൾ ദോഷത്തിലോട്ട് മാറുമ്പോൾ ഒരാൾ ഗുണത്തിലേക്ക് മാറും എന്നുള്ളതാണ് രാഹുകേതുക്കളുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. രാഹുകേതുക്കൾ എപ്പോഴും ഒരുപോലെ ദോഷം ചെയ്യത്തില്ല.
അതുകൂടാതെ ഇവരിൽ ആരെങ്കിലും ഒരാളെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, സർപ്പി ഈ ഭാഗത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. സർപ്പിയെ വ്യാഴം നോക്കുന്നുണ്ട്. അതായത് രാഹുവിൻ്റെ വ്യാഴം നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയും. എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആരെങ്കിലും ഒരാളെ നോക്കിയാൽ മതി, രണ്ടുപേരെ നോക്കുന്നതിന് തുല്യമാണ്. അപ്പം ചിത്തിരരെയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാലുകാരായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് 11ാം ഭാവത്തിലേക്കാണ് കേതുവിൻ്റെ രാശിമാറ്റം വരുന്നത്. സൗഖ്യം, ഭാഗ്യം, യാഗം, ദാനം. ഇതിനെ വ്യാഖ്യാനിച്ച് പറയേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്. പക്ഷേ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം പോകും. സൗഖ്യം ഉണ്ടാകുമെന്നും ഭാഗ്യം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. യാഗം എന്ന് എത്രയേ പറയുന്നുള്ളൂ. യാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പല വിധത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ഉണ്ടാകാനും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യാനും തീർത്ഥാടനത്തിനൊക്കെ പോകാനുള്ള സമയം ഉണ്ടാകുമെന്നും ദാനകർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അടുത്തായിട്ട് വിശാഖത്തിൽക്കാരും അനിഴവും തൃക്കേട്ടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇടവക്കൂറുകാർക്ക് പറഞ്ഞ അതേ ഭാവം തന്നെയാണ് നിങ്ങൾക്ക് പറയുന്നത്. കേതു 10 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 1, 2, 3, 4, 5, 6, 7, 8, 9 10ാം ഭാവത്തിലേക്ക് കേതു മാറുന്നു. കർമ്മസ്ഥാനത്തേക്ക് കേതു മാറുന്നു. കർമ്മം എന്ന് വെച്ചാൽ തൊഴിലെ ചിന്തിക്കുക. എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അവിടെ കേതു വരുന്നത് നമുക്ക് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ കർമ്മനാശമാണ് ഇവിടെ പറയുന്നത്. കർമ്മം തൊഴിലാകാം, പലതാകാം, കൃഷിയാകാം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വർക്കുകളാകാം, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആകാം. അപ്പം അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തത്തില്ല. പോലീസുകാരനാകാം, അഡ്വക്കേറ്റ് ആകാം. വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ടക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. കേതു കർമ്മഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നെ കുറ്റം പറയരുത്, കാരണം പണി ശരിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മാറണം, അത് വിട്ടൊഴിഞ്ഞ് മാറണം. കർമ്മത്തിൽ കേതു വന്നാൽ ഗണപതിയെ ഭജിക്കണം. ഇത് തന്ത്രശാസ്ത്രം പറയുന്നതാണ്. കർമ്മത്തിൽ കേതു, 4ൽ രാഹു, അമ്മയുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രം അമ്മ അച്ഛൻ അവിടത്തേക്ക് പോകണം. 4ലേക്കും പോകണം, കർമ്മത്തിലേക്കും പോകണം. കർമ്മത്തിലേക്ക് പോയാൽ ഗണപതിയെ ഭജിക്കണം. 4ലേക്ക് പോയാൽ ആരെ ഭജിക്കണം? കുടുംബദേവതയെ ഭജിക്കണം. നമ്മുടെ ക്ഷേത്രമല്ല, ഇപ്പം ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു കെട്ടിടമായിരിക്കും, പക്ഷേ മാതൃകുടുംബത്തിലെ കുലദേവതയെ ആരാണോ അതിനെ ആരാധിച്ചാൽ മതി. അമ്പലത്തിലോട്ട് ഓടിപ്പോകണമെന്നില്ല. ഇപ്പം നിങ്ങൾ ഗൾഫിലായിരിക്കും ചിലപ്പോൾ ഒരാളുള്ളത്, യൂറോപ്പിലായിരിക്കും. അമ്മയുടെ കുടുംബത്തിലോട്ട് എങ്ങനെ പോകുന്നത്? അതൊരു സിമെൻറ്റ് കെട്ടിടമാണെന്ന് വിചാരിക്കുക. പക്ഷെ ദേവത അതല്ലല്ലോ. ദൈവം എപ്പോഴും ഒരു മൂർത്തിയായിരിക്കും. അതിന് നമ്മുടെ അംശം നമ്മുടെ പ്രാർത്ഥനയിലൂടെ അതുണ്ടാകും. അപ്പോൾ രാഹുകേതുക്കളുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കർമ്മത്തിലുള്ള കേതുവിൻ്റെ ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗണപതി ഭജനം ചെയ്യണം, ഗണപതി ഹോമം ചെയ്യണം, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കണം. അങ്ങനെയുള്ള ഏത് വഴിപാടും കർമ്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞ് മാറാൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷങ്ങൾ മാറിക്കിട്ടും. നല്ല ഒരു ദോഷസ്ഥാനത്താണ് ഈ 2 പേര് വരുന്നത്. ഈ 2 പേർക്കും ഇച്ചിരി പണികൾ കാര്യമായിട്ടുണ്ട്. ഇടവക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും ഇച്ചിരി ദോഷഫലം കൂടുതലായിട്ടുണ്ട് രാഹുകേതുക്കളുടെ രാശിമാറ്റം കൊണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനു കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. അവർക്ക് ഗുണസ്ഥാനത്തേക്കാണ് മാറുന്നത്. കേതു ദോഷത്തിലേക്ക് മാറുമ്പോൾ രാഹു ഗുണസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. 9ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യസ്ഥാനമാണ്. അപ്പം 5, 9 ശുഭസ്ഥാനങ്ങളിലേക്കൊക്കെ ഇവർ മാറുന്നത് എപ്പോഴും നമുക്ക് പ്രതികൂലമായിരിക്കും, അനുകൂലമായിരിക്കത്തില്ല. ജ്യോതിഷത്തിൽ പല ആളുകളും പല വീഡിയോസിലും പല കാര്യങ്ങളും അറിയും തിരിഞ്ഞൊക്കെ പറയാറുണ്ട് എന്നുള്ളത് 1-2 തവണ കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷനാക്കി കളയും. അപ്പം മുഖമില്ലാതെയൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്യാപ്ഷൻ നല്ലതായിരിക്കും. കേതു 11ലേക്ക് വന്നു കഴിഞ്ഞാൽ കോടീശ്വര യോഗം, ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും ക്യാപ്ഷൻ ഇടുന്നത്. പിന്നെ ഇയാളുടെ വീഡിയോ തുറന്നു കഴിയുമ്പോൾ 2 പരസ്യം പോകും. അത് കഴിയുമ്പോൾ ഇയാളുടെ ഇൻട്രോ പോകും. ഇൻട്രോ പോയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ പറയാൻ തുടങ്ങുന്ന കാര്യം അങ്ങ് തുടങ്ങും. ലാസ്റ്റ് ഇച്ചിരിയെ കാണത്തുള്ള അവർ പറയുന്ന പോയിന്റ് എന്തെങ്കിലും. അപ്പോൾ അത് ലാസ്റ്റ് കണ്ടിട്ട് കാര്യമില്ലാതെ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ പലരും അത് മടിക്കുന്നുണ്ട്. മറ്റൊരാളെ കുറ്റം പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ് എന്നുള്ളത് അവർ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഞാൻ നല്ലതാണ്, മറ്റൊരാൾ മോശമാണെന്നല്ല അതിന് പറയുന്നത്. യഥാർത്ഥ വസ്തുത ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിവിടെ ഗ്രന്ഥത്തിൽ നോക്കി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ കർമ്മഭാവത്തിലേക്കും 4ാം ഭാവത്തിലേക്കും വരുമ്പോൾ ചെയ്യേണ്ട വഴിപാടുകൾ പറഞ്ഞു. അടുത്തായിട്ട് ധനുവിൽ വരുമ്പോൾ നിങ്ങൾക്ക് 3ാം ഭാവത്തിൽ രാഹു വരുന്നു. അപ്പോൾ 3ാം ഭാവത്തിൽ എപ്പോൾ രാഹു വന്നാലും നമുക്ക് ഐശ്വര്യമാണെന്നും വിജയമാണെന്നും അതുപോലെ തന്നെ സർവ്വകാര്യ ഗുണങ്ങളുണ്ടാകുമെന്നും സഹോദര സ്ഥാനത്തു നിന്നൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് 9ാം ഭാവത്തിലേക്ക് കേതു മാറുന്നത് നമുക്ക് ഗുണകരമല്ല. ഭാഗ്യസ്ഥാനത്തേക്ക് കുറച്ച് ദോഷങ്ങൾ വരുന്നുണ്ട്. 9ാം ഭാവത്തിലേക്ക് കേതു മാറുമ്പോൾ വിഷ്ണു ഭഗവാനെ ഭജിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിലുള്ള
ഗണപതിക്ക് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. മൂന്നാം ഭാവം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്തി നാഗപ്രീതി വരുത്തുന്നതിനുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരൊക്കെയാണ്. കാര്യം നേരത്തെ കർക്കിടകൂറുകാർക്ക് പറഞ്ഞതുപോലെ ഒരു ദോഷം മകരക്കൂറുകാർക്കും വരുന്നുണ്ട്. മകരക്കൂറുകാർക്ക് വ്യാഴം മാറിയിട്ടുണ്ട്, വ്യാഴം മാറുന്നുണ്ട് മെയ് 14-ാം തീയതി. അപ്പം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടും രാഹുകേതുക്കളുടെ രാശിമാറ്റം കൊണ്ടും ദുരിതങ്ങൾ കൂടുതലായിട്ട് വരാൻ പോകുന്ന ഒരു ഭാവമാണ് മകരം. നിങ്ങളപ്പം നിങ്ങളുടെ നക്ഷത്രം ഇതാവുമ്പോൾ നിങ്ങൾ പറയും എനിക്ക് എന്നും ദുരിതമാണല്ലോ തിരുമേനി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട്. നിങ്ങളുടെ കർമ്മം കൂടെ ശരിയാക്കണം. ഇനി ഒരു വഴിപാട് ഇത്രയും കാര്യം കൂടെ പറയാൻ ഞാൻ എപ്പോഴും നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളും നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളും വ്യക്തിപരമായിട്ടല്ല അത് പറയുന്നത്. വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ദുരിതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളിലൂടെ ആസ്പദമാക്കിയായിട്ടിരിക്കുന്നു. രാഹു കേതുക്കളോ അല്ലെങ്കിൽ വ്യാഴവോ അനുകൂല ഭാവത്തിലോട്ട് മാറി എന്നതുകൊണ്ട് മാത്രം നമുക്ക് അനുകൂല്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ അതിന് മുന്നായിട്ടുള്ള ദേവ പൂജകൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ, നാമജപങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പം ദോഷത്തിലേക്ക് മാറുന്നു എന്ന് വിചാരിക്കുമ്പോൾ മുൻകരുതലെടുക്കാനാണ് അത് പറയുന്നത്. അല്ലാതെ ആ ദോഷം അനുഭവിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ അത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, വരുമ്പോൾ അനുഭവിച്ചാൽ പോരെ. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ ഒരു കുഴിയുണ്ട്, അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ അതിന് കുഴി വരാൻ സാധ്യതയുണ്ട്, എന്നാൽ ഒഴിഞ്ഞു പോകാം എന്നുള്ളൊരു ഭാവമാണ് പറയുന്നത്. നല്ലതാ വരാൻ പോകുന്നതാ, അപ്പം നമുക്കൊരു ശ്രദ്ധയോടുകൂടി പോകാം, നല്ലത് വരാനുണ്ടല്ലോ, അപ്പോൾ ബിസിനസ്സിലൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മകരക്കൂറുകാർക്ക് പ്രധാനമായിട്ട് 6-ാം ഭാവത്തിലേക്ക് കേതുവിൻ്റെ സ്ഥിതി വളരെയധികം, 6 അഷ്ടമത്തിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8 അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ നഷ്ടങ്ങളുടെ ഒരു ഫലം പറയുന്നുണ്ട്. മരണതുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാം, അതിലൂടെയൊക്കെ കടന്നു പോകാം, രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അഷ്ടമത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫലം ഇവിടെ പറയുന്നുണ്ട്. പിതൃ ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും ദുരിതങ്ങൾ ആയുസ്സിന് ദോഷങ്ങളുണ്ടാകുമെന്നും അതുപോലെ തന്നെ അശുഭപരമായിട്ടുള്ള കർമ്മങ്ങൾ, അധാർമിക പ്രവൃത്തികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം മറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വിഷ്ണു പ്രീതി വരുത്തണം. മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് എല്ലാ ദിവസവും ഓം നമോ നാരായണായ ജപിക്കണം. അങ്ങനെയുള്ള നാരായണ കർമ്മങ്ങൾ എന്താണോ, വൈഷ്ണവപരമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണോ, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. കുംഭക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞു, അവരുടെ ഫലം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല. അടുത്തായിട്ട് ഇനി മീനക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്കാണ് കേതുവിൻ്റെ രാശി മാറാൻ പോകുന്നത്. ശത്രുക്കളെ കൊണ്ടുള്ള ദുരിതങ്ങൾ, രോഗങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ശത്രുദോഷം, ഭയം, സാധനങ്ങളൊക്കെ മോഷണം പോവുക, മുറിവ് ചതവുകൾ ഉണ്ടാവുക, പിന്നെ ശത്രുക്കളുടെ മേൽ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവുക, രോഗദുരിതങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു ഫലം കൂടി പറയുന്നുണ്ട്. മീനക്കൂറുകാർക്ക് കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി എല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു പാർട്ടികളാണ് ഈ പറയുന്ന മീനക്കൂറുകാർ. എവിടെ നിന്നൊക്കെയാണ് അടി വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. അടിയിൽ നിന്ന് കണ്ടാൽ അപ്പോഴേ ഓടിക്കൊള്ളുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം പിന്നെ ഒരു ഗുണമുണ്ട്, ആശാൻ ഇവിടെ ഉണ്ട്, വ്യാഴമുണ്ട് ഇവിടെ, അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് വരുന്നുണ്ട്. 4-ാം ഭാവത്തിൽ എപ്പോഴും വ്യാഴം നിൽപ്പുണ്ട്. അപ്പം അതൊരു അനുകൂല ഫലസിദ്ധിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എങ്ങനെയൊക്കെ പോയാലും ഭഗവാൻ നമ്മളെ കൈവിടത്തില്ലെന്നുള്ളതാണ് ആ 4-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം 12-ാം ഭാവത്തിൽ രാഹു വന്നു കഴിയുമ്പം കയ്യിരിക്കുന്ന കാശും കടം മേടിച്ചതും പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം 12-ലെ രാഹു അതുപോലെ തന്നെ 6-ാം ഭാവത്തിലുള്ള കേതു, ഇത് രണ്ടും കൂടെ ചേരുമ്പം നമുക്ക് ദുരിതങ്ങളുടെ ഒരു ഭാവം പറയുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തെ നല്ലപോലെ പ്രാർത്ഥിക്കുക. 4-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോഴത്തേക്കിനും വിഷ്ണു പൂജ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു വിഷ്ണു പൂജ ചെയ്യിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് പൂരുരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറിലുള്ളത്. ഇനി ഇങ്ങനെ ഞാൻ കൂറുഫലം പറയുമ്പോഴത്തേക്കും നക്ഷത്രങ്ങളെ പറയേണ്ട കാര്യമില്ല. അതിന് മുമ്പായിട്ട് നക്ഷത്രങ്ങൾ എങ്ങനെയാണെന്നും ചന്ദ്രൻ എവിടെ വരുമെന്നും ഒക്കെ കൃത്യമായ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് ബോറടിക്കും. അപ്പം എൻ്റെ വീഡിയോസുകൾ കാണുന്നവർ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്കായിരിക്കും ഇച്ചിരി പെട്ടെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. ഇപ്പോൾ ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ എവിടുന്ന് കിട്ടിയാലും മേടിക്കണ്ട, സൂക്ഷിക്കുക. അപ്പം നല്ലപോലെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളൊരു വിഷയക്കാരാണ്. വീട്ടിലിരിക്കുന്ന ഭാര്യയൊക്കെ പിണങ്ങിപ്പോകാനും സന്താനങ്ങളെ കൊണ്ട് ദുരിതം ഉണ്ടാകാനും രോഗം വരാനും, രോഗം നമുക്ക് തന്നെ വരണമെന്നില്ല, വേറൊരാൾക്ക് ആപത്ത് വന്നതിന് ശേഷം നമ്മൾ പോയി സഹായിക്കാൻ പോയിട്ട് കാശ് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നല്ലപോലെ പൈസ കയ്യിരിക്കുന്ന പോകാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിലൊക്കെക്കാർക്കൊക്കെ ചാകരയായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കണ്ട് പെരുമാറണം എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്താഭജനം ചെയ്യുക, എള്ളുപായസം നടത്തുക, ഹനുമാൻ സ്വാമി പ്രീതി നടത്തുക, വിഷ്ണു ഭഗവാനെ ഭജിക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ആണ് പ്രധാനമായിട്ട് പറയുന്നത്. എന്തായാലും ഇദ്ദേഹം
വ്യാഴം 4-ാം ഭാവത്തിലുണ്ട്. വിഷ്ണുവിനൊരു വിളക്ക് എല്ലാ ദിവസവും വീട്ടിൽ തന്നെ വെക്കാൻ പറ്റുന്നെങ്കിൽ ഒരു മൺചിരാതിനകത്ത് ഒരു നെയ്വിളക്ക് കത്തിച്ച് ഓം നമോ നാരായണായ ജപിച്ച് വിഷ്ണു സഹസ്രനാമമൊക്കെ ഒന്ന് ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക. ഇല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊക്കെ കിട്ടുമല്ലോ, എടുത്തു വെച്ചിരുന്ന് കേൾക്കുക. അപ്പോൾ കുറച്ച് ശാന്തി, സമാധാനം, ഐശ്വര്യമൊക്കെ ഉണ്ടാകും. നന്ദി.